Watch full episodes on Jio Hotstar. ഡോക്ടർ പക്ക, അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ല ഒന്നാന്തരം കരിക്കുമുള്ള മോചിച്ചിട്ട്. പോലീസ് കുറെ നേരം മറ്റും നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. ഹലോ ഹെഡ് ക്വാർട്ടേഴ്സ്, എത്ര പെട്ടെന്ന് ബാക്ക് പറ്റൂ. അവർ ബാക്ക് ക്വാർട്ടേഴ്സിന് അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവരെ നോക്കിക്കോളാം. സൂക്ഷിക്കണം, മുമ്പിലൊരു വളവുണ്ടാ. പ്രശ്നമല്ലോ, ആ വണ്ടി നമ്മുടെ വരെയാണല്ലോ. അയ്യോ, ആരെങ്കിലും അവന്മാരെ എത്രയും പെട്ടെന്ന് തടഞ്ഞില്ലെങ്കിൽ ഈ രാജ്യം മുഴുവൻ അവന്മാർ ഇല്ലാതാക്കി കളയുമല്ലോ. ഇൻസ്പെക്ടർ, ആ ഓടിപ്പോയവർ ആരാണ്? അവർ ഇന്റർനാഷണൽ ക്രിമിനൽസ് ആണ്. നമ്മുടെ റിസർച്ച് സെന്ററിൽ നിന്ന് കുറച്ച് സീക്രട്സ് വെപ്പൺസ് അവര് മോഷിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഒരുപാട് ഉയരമുള്ള ബിൽഡിംഗ് പോലും നിമിഷ നേരം കൊണ്ട് പാർട്ടിക്കിൾസ് ആക്കി മാറ്റി അപ്രത്യക്ഷമാക്കാൻ അവർക്ക് പറ്റും. അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞാൽ മതിയാവൂ. പക്ഷെ ഇനിയിപ്പോ ആര് തടയാൻ അവരെ? ഞാനുണ്ടല്ലോ, നിങ്ങൾ എന്തിനേ പേടിക്കുന്നേ? അവരെ പിടിക്കാനായി എന്റെ കയ്യിൽ 2 പുലിക്കുട്ടന്മാരുണ്ട്. ഹലോ മോട്ടു പത്ലു, വേഗം വരൂ, നമ്മുടെ ലോകം വളരെ ഡേഞ്ചറിലാണ്. പതുക്കെ ഷോ കാണിച്ചത് മതി. ഒന്ന് ചവിട്ടി നിർത്തണ. കണ്ടോ പത്ലു, ഞാൻ വണ്ടി നിർത്തിയത് കണ്ടോ? അയ്യോ 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 അയ്യോ. വരൂ പത്ലു, സൂക്ഷിച്ച്. എങ്ങനെയുണ്ട്? വെരി ഗുഡ് മോട്ടോ. അവരെവിടെ പോയി? ഇതെന്തൊക്കെയാ നടക്കുന്നത്? കണ്ടില്ലേ മോട്ടോ പത്ലുവിന്റെ ശക്തി? നമുക്ക് അവരുടെ പിന്നാലെ പോകാം. ദാ പോകുന്നു അവന്മാര്. വേഗം മോട്ടോ. നിർത്തിയിട്ട് പുറകോട്ട് തിരിച്ചു നോക്കേ. അത് കണ്ടോ, അവന്മാര് നമ്മുടെ പുറകെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്ക്. ഇവരെ ഞാൻ ഒരു നിമിഷം കൊണ്ട് നിർത്തും, അതും ഗിറ്റാർ വായിച്ചോണ്ട്. നിങ്ങൾക്കെന്താ ഇത്ര ധൃതി? കുറച്ചു നേരം ഈ ചേസ് എൻജോയ് ചെയ്യാം. അയ്യോ എന്റെ അമ്മോ, ഇവന്മാര് ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നേ. ഓ, ഇവന്മാര് നമ്മളെ പമ്പരം കറക്കുന്ന പോലെ ഇട്ട് കറക്കുകയാണല്ലോ. വീട്ടിലവന്മാരെ നമ്മുടെ ബോട്ട് ആ ഷിപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്ത്. ഇനി ഇവന്മാരെ ഒന്ന് പറ്റിച്ചു കളയാം.
മോട്ടുപത്തിന്റെ ജീവൻ അപകടത്തിലാണല്ലോ. ഇത് വെറും ട്രെയിലർ. ഇനിയല്ലേ കളി കാണാൻ പോകുന്നേ. പത്തലൂരിന് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഫ്ലൈ മോഡിലേക്ക് മാറാൻ പറ്റില്ല. മോട്ടു ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? പത്തലു, നീ രക്ഷപ്പെട്ടു. നീയും വേഗം രക്ഷപ്പെടേ. മോട്ടു പത്തലു, എനിക്ക് ഏറ്റവും സംഭവിച്ചാലും കുഴപ്പമില്ല. നീ ആ ക്രിമിനൽസിനെ എന്തായാലും പിടിച്ചിരിക്കണം. ഞാൻ തീർച്ചയായും ശ്രമിക്കും മോട്ടു. ക്രിമിനൽസ് നിൽക്കണോ അവിടെ? മോട്ടു അങ്ങോട്ട് പോകരുതേ. അരുത്. വേണ്ട വേണ്ട പോകണ്ട. മോട്ടു പ്ലീസ്. മോട്ടു നീ പേടിക്കണ്ട, ഞാൻ ദാ വരുന്നു. മോട്ടു പത്തലു കുടിച്ച്. സൂക്ഷിക്കണേ. അവൻ പറഞ്ഞ വെറുതെ വിടില്ല. വരൂ, നമ്മുടെ ശക്തി എന്താ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം. അവന്മാരെ വിടരുത്. ദാ നിൽക്കുന്നു. കുറച്ച് നേരം ഒന്ന് പറഞ്ഞിട്ട് വേടാ. വെരി ഗുഡ് പത്തലു. അയ്യോ, എന്റെ കാർ ഒരു മാതിരി എലിപ്പാട് കണക്കായല്ലോ. തലയൊക്കെ കറങ്ങുന്നല്ലോ. അയ്യപ്പാ. വേഗം വാ, അവരെ പിടിക്കാം. പത്തലു എന്ത് പറ്റി? ഹലോ മോട്ടുപത്രി, ഞാൻ റിപ്പോർട്ടർ ഡോളിയാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേരും വളരെ വലിയ ഫാനാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. നിങ്ങൾ വളരെ വലിയ ലെജൻസ് ആണ്. എനിക്ക് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കിട്ടുമോ പ്ലീസ്? ഒരു ഇന്റർവ്യൂ. അതിനിപ്പോ എന്താ? അപ്പൊ പറഞ്ഞാലും മോട്ടുജി, നിങ്ങൾക്ക് ഒരിക്കലും പേടി തോന്നാറില്ലേ? നിങ്ങൾ ആ കാറ് ജമ്പ് ചെയ്യിപ്പിച്ച രീതി, എത്ര ഭംഗിയായിട്ടാണ് വെള്ളത്തിന് മുകളിൽ ലാൻഡ് ചെയ്യിപ്പിച്ചത്. ആ തീനാളത്തിനിടയിൽ കൂടി എത്ര രസകരമായിട്ടാണ് വണ്ടി ഓടിച്ചത്. ഭയം എന്ന് പറയുന്നത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. എവിടെയാ അവന്മാര്? കേട്ടത് പറയൂ, എവിടെയാ ക്രിമിനൽസ്? അവരാ കാറിനകത്തുണ്ട്. ബോധം കെട്ട് കിടക്കുകയായിരുന്നേ. അതിന് എവിടെയാണോ കാറ്? ബൈ ബൈ ആൻഡ് താങ്ക് യു. അയ്യോ, അവർ രക്ഷപ്പെട്ടു പോയല്ലോ. എങ്ങനെയെങ്കിലും അവരെ പിടിച്ചേ മതിയാവൂ. അവരുടെ ബാഗിനകത്തുള്ള ആ സാധനല്ലേ, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ശരിയാ, അതിലൊരു ചെറിയ പിസ്റ്റൾ ഉണ്ടായിരുന്നു, പിന്നെ 4 കാട്രിഡ്ജും ഉണ്ടായിരുന്നു. അല്ല, ഈ 4 ബുള്ളറ്റ് കൊണ്ട് അവരിപ്പോ എന്ത് ചെയ്യാനാ പോകുന്നേ? അതെങ്ങനെ അപകടമാവുന്നേ? ഒരൊറ്റ കാട്രിഡ്ജ് വെച്ചിട്ട് എത്ര വലിപ്പമുള്ള ബിൽഡിങ്സ് ആണെങ്കിൽ പോലും ഒരൊറ്റ നിമിഷം ഇല്ലാതാക്കാൻ പറ്റും. ഒന്നിന് പകരം 4 എണ്ണം ഉള്ളത്. ഇൻസ്പെക്ടർ എന്ത് പൂരം കണ്ടു നിൽക്കുക? വാ, നമുക്ക് അവരെ പിടിക്കണ്ടേ? ഇല്ലെങ്കിൽ അവർ ഈ നാട് മുഴുവൻ പൊട്ടിച്ച് കുട്ടിച്ചോറാക്കും. മാത്രമല്ല അവരുടെ നിബന്ധനയൊക്കെ അംഗീകരിക്കേണ്ടി വരും. അവരുടെ നിബന്ധന അംഗീകരിക്കേണ്ടി വരുമെന്നോ? ഈ പോലീസുകാരെ വളരെ വലിയൊരു ഇന്റർനാഷണൽ ക്രിമിനലായ ഡോക്ടർ ഡാങ്സിനെ പിടികൂടി മുംബൈ എലിഫന്റാന കേവ്സിലെ സ്പെഷ്യൽ പ്രിസണിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇവർക്ക് ആ ഡാങ്സിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. മാത്രമല്ല ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയോ? 24 മണിക്കൂറിനുള്ളിൽ അയാളെ വെറുതെ വിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടില് മുഴുവൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് സ്ഫോടനം നടത്തുമെന്നാണ്. പിന്നെ ഒരു സൂപ്പർ സ്ഫോടനവും. അതിന്റെ വൈബ്രേഷൻ ലോകം മുഴുവൻ അലയടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരെ പിടിക്കാതെ വേറെ ഒരു രക്ഷയില്ല. വരൂ പത്തലു, നമുക്ക് പോകാം. അങ്ങനെ പോലെ പ്ലീസ് കീപ് മൈ വിസിറ്റിംഗ് കാർഡ്. എന്തെങ്കിലും വിവരം അറിയാണെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കണ്ട. തീർച്ചയായും. സർ സർ മോട്ടു സർ, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വന്നോട്ടെ. എനിക്ക് സ്റ്റോറി കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ അവരിങ്ങനെ രക്ഷപ്പെട്ട് ഓടി പോവായിരുന്നേ ഇല്ല. നിങ്ങൾ ഒറ്റൊരാൾ കാരണം അവർ രക്ഷപ്പെട്ടത്. വരൂ, നമുക്ക് പറക്കാം. അവന്മാർ എത്ര ദൂരം പോയാലും വീട്ടിക്ക് ഞാൻ അവന്മാരെ. Watch India's largest kids library only on Jio Hotstar. Download the app now.